എൻ്റെയൊക്കെ ബാല്യകൗമാരം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളെ പോലെ തന്നെ ഈ പറമ്പും തൊടിയും പാടവും മരം കയറ്റവും ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കിളി കളിയും കബഡി കളിയും ഒക്കെയായി നടന്നിരുന്നൊരു കാലമാണ്. അന്നൊക്കെ ഒത്തിരി പറമ്പുണ്ടായിരുന്നു, ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഈ വീടുകൾക്കകത്തിരിക്കൽ എന്ന പതിവ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ ടി വിയും വീഡിയോ ഗെയിമും ഒക്കെ പോപ്പുലറായിരുന്നൊരു കാലമൊന്നും അല്ലല്ലോ അന്ന്. നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ, ദൂരെ നിന്നേ വരുമ്പോഴേ നിക്കറും ഉടുപ്പും ഒക്കെ ഊരിയിട്ടുകൊണ്ടാണ് വരുന്നത്. അത് ഊരിയിടാൻ പോലും വലിയ പ്രയാസമില്ല, ഊരിപ്പൊയ്ക്കോളും. കാരണം പാവാട പോലെ പലപ്പോഴും ബട്ടൺസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ നിക്കറെന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ പറമ്പിൽ കിടന്നൊരു കിളയും കുത്തിമറിയലും ഒക്കെയാണ്. ഇതുകൂടാതെ വീട്ടിനകത്ത് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ കിലോമീറ്ററുകളോളം ഇട്ട് ഓടിക്കുന്ന നാടൻ കോഴികളുണ്ട്, അതിനെ പിടിച്ച് അറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പശുക്കളുണ്ട്, കച്ചി വാങ്ങാനായി സൈക്കിളേ പോക്കുണ്ട്, പുളിയരിപ്പൊടിയും പിണ്ണാക്കും ഉണ്ട്, പശുവിനെ കുളിപ്പിക്കലുണ്ട് എന്ന് വേണ്ട അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശരീര സൗന്ദര്യം ഒന്നുമല്ല നമ്മൾ നോക്കിയത്, മാനസിക സന്തോഷം, വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാലം മാറി. ആ കാലം മാറിയത് ചിലതൊക്കെ ഉൾക്കൊള്ളാൻ എനിക്കും കഴിഞ്ഞിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് ജിംനേഷ്യങ്ങളുണ്ട്. ആ ജിംനേഷ്യങ്ങളെയൊക്കെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് അൺഹെൽത്തി പ്രാക്ടീസസാണ്, ആവശ്യമില്ലാത്തതാണ്, അതൊക്കെ കൊണ്ട് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പൊതുവിൽ ഞാൻ പറഞ്ഞിരുന്നതെങ്കിലും ഇന്നത്തെ കാലത്തെ ഫാസ്റ്റ് ഫുഡ്, ലൈഫിൻ്റെ സ്ട്രെസ്സ്, പിന്നെ അധികം ചലനാത്മകമല്ലാത്ത സഞ്ചാര രീതികൾ, കാർ പോർച്ചിലിട്ടിട്ട് അതിലേക്ക് കയറിയിരുന്ന് AC ഇട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ഈ 18, 19, 20 വയസ്സുള്ള കുട്ടികളൊക്കെ ശരീരത്തിൽ 6 പാക്കൊക്കെ ഉണ്ടാക്കാൻ, കട്ടയുണ്ടാക്കാനും മസിൽ പെരുപ്പിക്കാനുമൊക്കെ ഈ ജിംനേഷ്യങ്ങളിൽ പോകുമെങ്കിലും ഒരു 35, 40 കഴിഞ്ഞ ആളുകളൊക്കെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജിംനേഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യവും ശരീരമൊക്കെ നമ്മുടേതാണ്. ജീവിത തിരക്കുകൾ ഒത്തിരി ഉണ്ടാവും, തിരക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. ഏറ്റവും സമാധാനമാകുന്നത് അല്ലെങ്കിൽ ശാന്തമാകുന്നത് മരിച്ച് നിശബ്ദമായി കിടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പണ്ട് ONV കുറുപ്പ് സാറ് പറഞ്ഞത്, ഈ തിരുവനന്തപുരം ശ്മശാനത്തിന് ശാന്തിവനം എന്ന് പേരിട്ട എന്താണെന്ന് ചോദിച്ചാൽ അവിടേക്ക് എത്തുമ്പോഴേക്കേ ഒരു മനുഷ്യൻ ശാന്തിയാകുന്നുള്ളൂ, അതുവരെ അവൻ വെപ്രാളത്തിലും തത്രപ്പാടിലും കച്ചവടത്തിലും ഓട്ടത്തിലും ഒക്കെയാണ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ലോകാരോഗ്യ ദിനത്തിൽ പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒരുപാട് തിരക്കും മറ്റു വിഷയങ്ങളുമൊക്കെ വന്നതുകൊണ്ട് വിട്ടുപോയതാണ്. ഞാൻ ഏതാണ്ട് ഒരു 1-2 മാസമേ ആയുള്ളൂ ഈ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. കാരണം നമുക്ക് തന്നെ കുറച്ചങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഫിറ്റ്നസ് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പറയും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. നടക്കുന്നതൊക്കെ അതിൻ്റെ ഒരു മൈൽഡ് ഇമ്പാക്റ്റേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും അല്ലെങ്കിൽ എല്ലാ ശരീരഭാഗങ്ങളും ചലനാത്മകമാവുകയും ഈ പറഞ്ഞ ഫാറ്റ് ബേൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വൈബ്രൻസി നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നതിന് ഇത് വളരെ അനിവാര്യം. ഇതൊരു മോഡേൺ ആവശ്യമൊന്നുമല്ല. പണ്ട് നമ്മൾ പലതും ഇപ്പോൾ AC നമ്മൾ ഒരു കാലത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത്? ഭയങ്കര വില കൂടിയ ഒരു സംഗതിയായിട്ടല്ലേ കണ്ടിരുന്നത്? കൊക്കക്കോളയും പെപ്സിയും പണ്ട് TV യിൽ പരസ്യം കാണിക്കുമ്പോൾ സായിപ്പ് കുടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മളെടുത്തിട്ട് തലവഴിയെ ഒഴിക്കുകയാണ്. AC ഇപ്പോൾ എല്ലാ വീടുകളിലുമായി, അധികം താമസിയാതെ എല്ലാ മുറികളിലുമാവും, സെൻട്രൽ AC ആവുന്ന സിസ്റ്റത്തിലേക്കൊക്കെ വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ജിംനേഷ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അകറ്റി നിർത്തേണ്ട ഒരിടമല്ല. എൻ്റെ നാട്ടിൽ വവ്വാക്കാവിൽ ഫിറ്റ് സോൺ എന്ന് പറയുന്ന ഒരു ജിംനേഷ്യത്തിലാണ് ഞാനങ്ങനെ പോകാറുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. മറ്റൊന്നിനുമല്ല, ഇവിടെ സമീപത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓരോ സ്ഥലത്തും ഇവിടെയും ഒക്കെ തന്നെ വരാം. അകലെയുള്ളവരാണെങ്കിൽ അവർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ പോകാം. MEX7 പോലെയുള്ള എക്സസൈസ് ഉണ്ട്, അത് റെഗുലറായി ചെയ്യുന്നവരുണ്ട്. അതൊരു ലിമിറ്റഡ് ടൈം, കുറച്ച് സമയം, അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ, അതൊരു ചെറിയ ഡോട്ട് പോലെയുള്ളതാണ്. എന്നാൽ ഇതൊരു 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫീൽ ഓഫ് പ്ലഷർ, ഒരു കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ ഒരു കംഫർട്ടൻസ് നമുക്കതിൽ ഫീൽ ചെയ്യും. അതിലെ ഉപകരണങ്ങളും ദൃശ്യങ്ങളും കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു. നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, എങ്കിലും അങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ച് ഈ സമ്മർദ്ദപൂർവമായ ഭക്ഷണവും ജീവിതവും ഒക്കെ നമ്മളെ മേൽ ശരീരത്തിൽ പ്രഷർ ഇടുമ്പോൾ ആ പ്രഷർ വെന്റിലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാണാം.